സിസേറിയനുമായി ബന്ധപ്പെട്ട വിചിത്ര പരാമർശവുമായി SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹാരി. സിസേറിയൻ ഡോക്ടർമാരുടെ തട്ടിപ്പാണ്. ഒരു കുട്ടി 4 വർഷം വരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. അല്ല, അത് പറയുമ്പോൾ ഇപ്പോൾ താങ്കളുടെ ഒരു പ്രസംഗം തന്നെയാണ് ഏറ്റവും അധികം വിമർശനങ്ങൾക്ക് ഇപ്പോൾ വഴിയൊരുക്കിയിട്ടുള്ളത്. 4 വർഷം വരെ ഒരു കുഞ്ഞിന് അമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയാമെന്നുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിൻ്റെ ഈ അടുത്ത് ചെറിയൊരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. അതായത് ഒരു പ്രസംഗത്തിലൂടെ 4 വർഷത്തോളം ഇത് പ്രസവം ഇങ്ങനെ ഗർഭം ചുമന്ന് നടക്കുന്ന അങ്ങനെ തുടർന്നിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കേട്ടതാണ് അല്ലേ. ആ ഒരു വിഷയത്തിനെ തുടർന്നിട്ടാണ് ഇന്നത്തെ നമുക്ക് വീഡിയോൻ്റെ അകത്ത് സംസാരിക്കാനുള്ളത്. ഇത് നിങ്ങൾ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതിയാലും ഓക്കെ ഞാനിതിൽ കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല. ഇതിൽ ഹക്കീം അസ്ഹരി ഉസ്താദിൻ്റെ തന്നെ ചില വാക്കുകൾ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്തായിട്ടൊരു ഉസ്താദിൻ്റെ ഭാര്യയെ വീട്ടിൽ പ്രസവിപ്പിക്കുകയും, അതായത് ഇത്രയും സൗകര്യമുണ്ടായിട്ട് പോലും വീട്ടിൽ തന്നെ പ്രസവിപ്പിക്കുകയും ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്തു. അള്ളാഹു ആ സ്ത്രീക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പോൾ ഇത്രയും സൗകര്യം ഉണ്ടാകുമ്പോൾ എന്തിനാണ് വെറുതെ ഇല്ലാതെ വീട്ടിലൊക്കെ ഇതാക്കുന്നത്? ഏതായാലും ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാനിവിടെ മെയിനായിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, മാധ്യമങ്ങളാണ് നമ്മുടെ വിഷയം. മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരതിനെ നല്ല രീതിയിൽ ഇങ്ങനെ കുത്തിപ്പൊക്കിയിട്ട് കൊണ്ടുവരുന്നു. അതായത് മുമ്പത്തെ ഇപ്പോഴത്തെ ക്ലിപ്പിനൊക്കെ കൊണ്ടുവന്നിട്ട് മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇടുകയും അതിനെ വലിയൊരു ചർച്ചാ വിഷയമാക്കി മാറ്റുകയും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് മാധ്യമങ്ങളാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. എത്ര പഴയ വീഡിയോ ആണെങ്കിലും അവരതിനെ കുത്തിപ്പൊക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോഴത്തെ ചർച്ചാ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് ഇടുകയും അവരൊരു ചർച്ചാ വിഷയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ മാധ്യമങ്ങൾ അല്ലേ. മുമ്പൊക്കെ ആണെങ്കിൽ ന്യൂസുകളൊക്കെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്നു. ഇപ്പോഴാണെങ്കിലോ ന്യൂസുകൾക്ക് ഇപ്പോൾ സ്ഥിരതയില്ല. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ന്യൂസുകൾ നമുക്ക് വാട്സപ്പിലൂടെയും അത് മാത്രമല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഇത്തരത്തിലുള്ള യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതായ ആൾക്കാരൊക്കെ ന്യൂസുകൾ ശരിക്കും കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ന്യൂസ് ചാനലിനെ വിശ്വസിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഇത്തരത്തിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ശരിക്കും വിശ്വസിക്കാം. അവരാണ് ശരിക്കുമുള്ള യഥാർത്ഥമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ന്യൂസുകൾ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ന്യൂസുകാർ അതിനെ വെറുതെ ഇല്ലാതിങ്ങനെ ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, TRP കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാം. ഏതായാലും ഇരിക്കട്ടെ. അപ്പോൾ ഹക്കീം അസ്ഹരി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് ഇങ്ങനെ കുത്തിപ്പൊക്കിയിട്ട് കൊണ്ടുവന്നു. ആ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ആദ്യം ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഒരു കൂടുതലായിട്ടൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവരും കേട്ട ഒരു ക്ലിപ്പായതുകൊണ്ടാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഡോക്ടർ കണക്ക് കൂട്ടിയിട്ട് പറയും ഏപ്രിൽ 13 ഡേറ്റ്. അപ്പൊ 10 അഡ്മിറ്റ് ചെയ്തോളി. അപ്പൊ 3 ദിവസത്തെ പൈസ ആശുപത്രിക്ക് കിട്ടും. 13 പ്രസവിക്കൂല. അപ്പൊ ഡോക്ടർ വ്യാസാരല്ല, നമുക്ക് ഒരു ദിവസം കൂടെ നോക്കാം. 14. പിന്നെ ഡോക്ടർ പറയും 1 ദിവസം കഴിഞ്ഞു, എന്താ ചെയ്യാനറിയില്ല, എന്തായാലും ഒന്നുകൂടെ കാത്തു നോക്കാം. 15. ഇനി ഒന്നും ചെയ്യാൻ നിർവാഹമില്ല, ഇന്ന് തന്നെ മുറിക്കണം. യഥാർത്ഥത്തിൽ 20 ഡേറ്റ്. പക്ഷെ ഡോക്ടർ ഒരാഴ്ച നേരത്തെ പറയും, അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നല്ല ഡോക്ടർ ഡേറ്റ് ആയിട്ട് പിന്നെ 2 ദിവസം കാത്തു നിന്നോ എന്ന്. ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാടാണ്. വയറ്റിലൊരു കുട്ടി 4 വർഷം വരെ കിടക്കാം അല്ലെ. 4 വർഷം വരെ കിടന്നൂടെ? 4 വർഷം വരെ ഒരു കുട്ടി വയറ്റിൽ കിടക്കാം. അതുകൊണ്ട് 10 മാസമായി പോയി ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞ ബേജാറായിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കോടാന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു പ്രസംഗമാണ് നല്ല രീതിയിൽ ചർച്ച ആക്കിയത്. ഓക്കെ, അതായത് 4 വർഷത്തോളം ആ ഒരു കുട്ടി വയറ്റിൽ തന്നെ ഇരിക്കാം എന്ന രീതിയിലുള്ള വിഷയങ്ങളാണ്. ഓക്കെ, ഇത് അദ്ദേഹം പറയാനുള്ള ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മഹാരഥന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിലൂടെ ഇത്തരത്തിലുള്ള 4 വർഷത്തോളം അല്ലെങ്കിൽ 3 വർഷത്തോളം 2 വർഷത്തോളം നിന്ന് പ്രസവിച്ചതായ എത്രയോ സ്ത്രീകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അല്ലേ, അതായത് ചരിത്രങ്ങളിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുമ്പോൾ ആൾക്കാർക്ക് വിശ്വസിക്കാൻ അല്പം പാടായിപ്പോയി അല്ലേ. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. ഏതായാലും ഇരിക്കട്ടെ, കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കരുതിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചാൽ അതിനൊരു വാല്യൂ ഇല്ല. അപ്പോൾ ഹക്കീം അസ്ഹരി ഉസ്താദിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാൻ കഴിഞ്ഞു മാതൃഭൂമി ന്യൂസിൽ എന്ന് തോന്നുന്നു. ഒറ്റ മിനിറ്റ്, അതെ, മാതൃഭൂമി ന്യൂസിലാണ് ഒരു ഇൻ്റർവ്യൂ കാണാൻ കഴിഞ്ഞത്. ഏകദേശം
14-15 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു വീഡിയോ ആയിരുന്നത്. അതിൽ റിപ്പോർട്ടർ ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് ഈ ഒരു ഗർഭത്തിന് ഈ ഒരു വിഷയത്തിൽ തന്നെയാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ. അതിൻ്റെ ഇടയിൽ കൂടി പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രസംഗമാണ് അധികമായിട്ടും ചർച്ചയായതും ചർച്ചാ വിഷയമായി മാറിയതും, അതിനെ സംബന്ധിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തതായ ഒരു മറുപടി, ഇത് ഞാനിവിടെ കൊണ്ടുവരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ന്യൂസുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ന്യൂസുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 4 ദിവസത്തിന് മുമ്പാണ് ഇവർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ജനങ്ങൾക്കും ഈ ഒരു വിഷയം എത്തിച്ചേരണം എന്നൊരു ഉദ്ദേശം കൊണ്ടാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്. അതിൽ കാണേണ്ട രീതിയിൽ ആൾക്കാരൊക്കെ കണ്ടിട്ടില്ല. ഏകദേശം 49-50 അടുത്തോളം ആൾക്കാരാണ് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ ആ ഒരു ക്ലിപ്പാണെങ്കിലോ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അതിന് ഷെയർ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം എത്തിച്ചു കൊടുക്കുക. വിഷയം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവട്ടെ അല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട്, നമുക്ക് അത് ഒന്ന് കേട്ട് നോക്കാം. ശരിക്കും നിങ്ങൾ കേട്ട് നോക്കണം. ഓക്കെ, മാത്രമല്ല ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത് സ്പീഡിലാണ്. ഓക്കെ, അതിന് ഇങ്ങനെ ലോങ് ആയിട്ട് ഉണ്ട് വീഡിയോ, അപ്പോൾ കൂടുതലായിട്ടില്ല. ആ ഒരു പാർട്ട് മാത്രമായിട്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഏകദേശം 7 മിനിറ്റ് ഉണ്ട്. അതിന് നമ്മൾ 1.3x നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ക്ലിപ്പ് തീരും. അദ്ദേഹത്തിന് പറയാനുള്ള ചില വാക്കുകളുണ്ട്, നമുക്ക് കേട്ട് നോക്കാം. അല്ല, അത് പറയുമ്പോൾ ഇപ്പോൾ താങ്കളുടെ ഒരു പ്രസംഗം തന്നെയാണ് ഏറ്റവും അധികം വിമർശനങ്ങൾക്ക് ഇപ്പോൾ വഴിയൊരുക്കിയിട്ടുള്ളത്. 4 വർഷം വരെ ഒരു കുഞ്ഞിന് അമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയാമെന്നുള്ളത്. എൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾ മുമ്പുള്ളൊരു പ്രസംഗമാണ്. എനിക്ക് തോന്നുന്നത് സിസേറിയൻ വർദ്ധിച്ചു വരികയും ഏതോ ചില ആശുപത്രികളെക്കുറിച്ച് പ്രത്യേകമായ ആരോപണങ്ങൾ ഉയരുകയും ചെയ്ത ഒരു സമയത്ത് എൻ്റെ ഒരു പ്രസംഗത്തിനിടയിൽ വന്ന ഒരു ഭാഗമാണത്. അതിൽ പറഞ്ഞിട്ടുള്ളത്, യഥാർത്ഥത്തിൽ ഈ സിസേറിയൻ റേറ്റ് വർദ്ധിക്കുന്നു എന്ന് പല രാജ്യത്തും ചർച്ചയാണ്. ഇപ്പോൾ ഒമാനിൽ 10% കൂടുതൽ സിസേറിയൻ വന്നപ്പോൾ അവിടുത്തെ മന്ത്രിസഭ ചേരുകയും അതിനെക്കുറിച്ച് വലിയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. നമ്മുടെ നാടുകളിൽ അത് 10%, 15%, ഇപ്പോൾ 40%-ലേക്കൊക്കെ ഉയർന്നിരിക്കുകയാണ്. സിസേറിയൻ ആവശ്യത്തിനും അനാവശ്യത്തിനും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം ഡോക്ടർമാരാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ പത്മഭൂഷണും പത്മവിഭൂഷണും വാങ്ങിയിട്ടുള്ള മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ഹെഗ്ഡെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, ഡോക്ടർക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ തിരക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗിയുടെ മറ്റേ വീട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടി സിസേറിയൻ ചെയ്യുന്ന രീതിയുണ്ട് എന്നുള്ള വിമർശനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിസേറിയൻ സീസറിന് പുറത്തെടുത്തതുപോലെ അനിവാര്യമായൊരു ഘട്ടത്തിൽ, വളരെ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം ചെയ്യേണ്ടതാണ്. ഡോക്ടർ ഹെഗ്ഡെയുടെ അഭിപ്രായത്തിൽ 99% സിസേറിയൻ ഇല്ലാതെ തന്നെ പ്രസവിക്കും എന്നാണ്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നതും ഭക്തിയോടുകൂടിയുള്ള ഒരു ജീവിതം ഉണ്ടാവുക എന്നതാണ്. അതാണ് ഈ ഗർഭകാലഘട്ടങ്ങളിൽ മുസ്ലിം വീടുകളിൽ ഗർഭിണികൾക്ക് പ്രത്യേകമായ ഗ്രന്ഥപാരായണവും അതുപോലെ തന്നെയുള്ള മതപരമായ ചടങ്ങുകളും പ്രാർത്ഥനകളും അവർക്ക് നല്ല സമാധാനം കൊടുക്കുന്ന ഒരു രീതിയും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അതെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ അമിതമായി വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആളുകൾ തിരക്കാക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഈ ഡേറ്റ് നിശ്ചയിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ കൃത്യമല്ലല്ലോ. കാരണം എന്നാണ് ഗർഭധാരണം ഉണ്ടായത് എന്നത് പെണ്ണിനെ അറിയാൻ പറ്റില്ല. പെണ്ണ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡേറ്റ് വെച്ചാണ് കാൽക്കുലേഷൻ. അപ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടാകും. ഇത് തർക്കമില്ലാത്ത കാര്യമാണ്. ഡോക്ടർമാർക്കും ഈ വിഷയത്തിൽ തർക്കമൊന്നുമില്ല. അതിന് കുറച്ച് ദിവസങ്ങൾ കാത്തു നിൽക്കാം എന്നാണ് അവിടെ പറഞ്ഞപ്പോൾ ഞാൻ ചരിത്രപരമായൊരു കാര്യം അവിടെ ഉദ്ധരിക്കുകയായിരുന്നു. എത്ര കാലം മനുഷ്യരൂപം പ്രാപിച്ച പൂർണ്ണാവസ്ഥയിലെത്തിയ ഒരു കുഞ്ഞു വയറ്റിൽ എത്ര കാലം നിൽക്കാം എന്നതിനെക്കുറിച്ച് പഴയ കാലത്ത് തന്നെ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു ഗവേഷണത്തിൽ പറഞ്ഞ ധാരാളം പുസ്തകങ്ങളിൽ ഈ കാര്യം ലഭ്യമാണ്. അതിലൊരു കാര്യം പറഞ്ഞു, 2 വർഷമേ ഒരു കുട്ടി വയറ്റിൽ നിൽക്കുകയുള്ളൂ എന്ന്. അതിനെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഒരു മഹാപണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെയാണ് പറയുക? എൻ്റെ അയൽവാസിയായ ഒരു പെണ്ണ്, അവൾ 3 വർഷമായിട്ടാണ് പ്രസവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ 4 വർഷം വരെ വയറ്റിൽ കുട്ടി നിന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ചില കുടുംബങ്ങളിൽ 4 വർഷം നിന്നിട്ട് മാത്രമാണ് പ്രസവിച്ചത് എന്ന് ബാഗ്ദാദിലുള്ള പഴയ ഗവേഷണത്തെക്കുറിച്ച് അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ എത്ര വർഷം നിൽക്കും എന്നതിനെക്കുറിച്ച് പരമാവധി 4 വർഷമാണ് നിൽക്കുക. അത് അന്വേഷണം അങ്ങനെയാണല്ലോ. ഇന്നത്തെ പോലെ ഒരു വാർത്ത കേട്ടാൽ ഉടനെ തന്നെ അതിന് പ്രതികരിക്കുക, അതിൻ്റെ ശരിയും തെറ്റും ഞാൻ തന്നെ തീരുമാനിക്കുക എന്നതല്ല. ഗവേഷക പണ്ഡിതന്മാർ ചെയ്യുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കും. അവർ നാട്ടിലിറങ്ങി പല ഭാഗത്തും ജനങ്ങൾ കൂടുന്ന സ്ഥലത്തും ജനങ്ങളോടൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയും അങ്ങനെയാണ് ഈ അന്വേഷണം പോകുന്നത്. ഗവേഷണ ത്വരയുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യുക. അന്നത്തെ അന്വേഷണങ്ങളിൽ അവർക്ക് ബോധ്യപ്പെട്ട
വ്യക്തമായ ചരിത്രമുള്ള പ്രശസ്തരായ പല വ്യക്തികൾ പോലും എത്രയോ വർഷം വയറ്റിൽ നിന്നിട്ടുണ്ട്. ആ ഒരു സംഭവം ഉദ്ധരിക്കുകയാണ് ഞാൻ ആ പ്രസംഗത്തിൽ ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇന്നിപ്പോൾ നമ്മൾ സിസേറിയനെ കാത്തു നിൽക്കാതെ എത്രയോ കാലം അല്ലെങ്കിൽ 4 വർഷം വരെ എല്ലാ പെണ്ണുങ്ങളും കാത്തു നിൽക്കണം എന്നൊന്നും അതിൻ്റെ ഒരു ഉദ്ദേശമില്ല. ആ ഒരു പറഞ്ഞതിൻ്റെ കാര്യം അത്രമേ ഉള്ളൂ. അതേസമയത്ത് ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവിക്കാൻ സമയമായിട്ടും അവൾ പ്രസവിക്കുന്നില്ല, ഇനി എത്ര ദിവസം കാത്തു നിൽക്കാൻ കഴിയും? അവിടെ ഒരു വിദഗ്ധനായ ഡോക്ടർ പറയുകയാണ് ഇത് സിസേറിയൻ ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞിനോ ഉമ്മയ്ക്കോ അപകടം സംഭവിക്കാം, എങ്കിൽ അത് ചെയ്യണമെന്ന്. ഇപ്പോൾ ഒരാളെ മാത്രം വിശ്വാസമാകുന്നില്ലെങ്കിൽ രണ്ടാമതൊരാളോടോ ഇനി വേണ്ടി വന്ന മൂന്നാമത്തെ ഒരാളോടോ അഭിപ്രായം തേടാം. വിദഗ്ധനായ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ് യഥാർത്ഥത്തിൽ ആ നിയമം. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ 4 വർഷത്തിന്റെ കാര്യമുണ്ടല്ലോ, അപ്പോൾ ആ 4 വർഷത്തിന്റെ കാര്യം താങ്കൾ സാന്ദർഭികമായിട്ട് പറഞ്ഞത് അതിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതോ അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ പറ്റിയിട്ടുള്ള തെറ്റാണോ അത്? അല്ല, അത് എൻ്റെ ഒരു അഭിപ്രായമല്ലല്ലോ. അത് ഞാനൊരു ഡോക്ടറല്ല. ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത് ഡോക്ടർമാരാണ്. എത്ര കാലം നിൽക്കും, എത്ര കാലം നിൽക്കാം എന്നുള്ളത് ഡോക്ടർമാരാണ് പറയേണ്ടത്. ഞാൻ 4 വർഷം വരെ നിന്ന ചരിത്രം ഉള്ളതുകൊണ്ട് നാളെ തന്നെ ആവണം, മറ്റന്നാൾ തന്നെ ആവണം എന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം മാത്രമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിസേറിയൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ അഭിപ്രായം പറയാൻ മറ്റൊരാൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ഈ പ്രസവം വീട്ടിൽ വേണം എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. അത് ഇസ്ലാമിൻ്റേതല്ല. അങ്ങനെ തന്നെ വേണം എന്ന് വാദിക്കുന്ന ചില ആളുകൾ പറയുന്നത് ആശുപത്രിയിലായാലും മരിക്കുന്നില്ലേ എന്നുള്ളതാണ്. മരണം പലയിടത്ത് സംഭവിക്കും, വീട്ടിലായാലും സംഭവിക്കും. അതിലേതാണ് മരണം കൂടുതൽ സംഭവിക്കുന്നത് എന്നുള്ളത് കണക്ക് പരിശോധിച്ചുകൊണ്ട് അത് ഗവൺമെൻറ് പറയേണ്ട ഒരു കാര്യമാണ്. അതേസമയത്ത് വിദഗ്ധരായ ആളുടെ കൈകളിൽ നിന്നുള്ള മരണവും അല്ലാത്തതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ തന്നെ മുമ്പ് എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് അക്കാര്യം. 2 മാസവും 3 മാസവും ഒക്കെ എന്തോ ചില കോഴ്സുകൾ ചെയ്തു വന്ന് ആളുകളെ ചികിത്സിക്കുന്നവരുണ്ട്. അങ്ങനെ ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഉസ്താദ് അവിടെ പറയുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട് ആകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ആകണം എന്നാണ് ഉറപ്പിച്ചിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്ര വരെ നീട്ടിക്കൊണ്ടുപോകാം എന്ന രീതിയിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ചരിത്രം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഏതായാലും ഇരിക്കട്ടെ, കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇവരുടെ സത്യാവസ്ഥ എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. മാത്രമല്ല മറ്റൊരു കാര്യം നിങ്ങളോട് മറ്റൊരു ഓർമ്മപ്പെടുത്താനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സൗകര്യം ഉള്ളപ്പോൾ ഒരു സ്ത്രീക്ക് എവിടെയാണോ സുരക്ഷിത എന്ന് തോന്നുന്നത് അവിടെയാണ് പ്രസവം നടത്തേണ്ടത് എന്ന് ഒന്നും കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ അതിനെ പ്രസവിപ്പിക്കണം, അല്ലെങ്കിൽ കുഞ്ഞ് അവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാകണം എന്ന രീതിയിൽ ഒന്നും ആരും ചിന്തിക്കേണ്ട. ഇപ്പോഴത്തെ കാലത്ത് നല്ല രീതിയിൽ സൗകര്യം ഉള്ള സ്ഥലം എന്ന് പറയുന്നത് അത് ഹോസ്പിറ്റൽ തന്നെയാണ്. അവിടെ തന്നെയാണ് ആ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഗർഭം ചുമന്നതായ ആ ഉമ്മയെ കൊണ്ടുപോകേണ്ടത് എന്ന് ഒന്നും കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ബോധമില്ലാത്ത രീതിയിൽ വീട്ടിൽ തന്നെ പ്രസവിപ്പിക്കാം എന്ന രീതിയിൽ നിങ്ങൾ കുഞ്ഞിയെ പ്രസവിപ്പിക്കാൻ നോക്കുകയും അവിടെ മരണപ്പെടുകയും അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ നേരിടുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ നോക്കേണ്ട എന്നാണ് മറ്റൊരു മർമ്മപ്രധാനമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.